പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഒത്തിരി ദിവസം കൊണ്ടാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. കാരണം നാട്ടിൽ താമസിക്കുമ്പം പലവിധ പ്രശ്നങ്ങളുണ്ട്. ഈ ആഴ്ച അടുത്ത ബന്ധുക്കൾ തന്നെ ഒന്ന് രണ്ട് കൂട്ടർ മരിച്ചു. കൂട്ടുകാരുടെ വീടുകളിൽ മരണം. അപ്പം വൈകിട്ട് വന്നിട്ട് വീഡിയോ ഇടാനുള്ളൊരു മൂഡിലല്ല. അതുപോലെ ഗുഡ് മോർണിംഗും ഞാൻ എന്നും ഒരു 50 പേർക്കെല്ലാം ഗുഡ് മോർണിംഗ് ഇടുന്നതാണ്. ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് ഗുഡ് മോർണിംഗ് ഇടുന്നില്ല. കാര്യം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പം ഒരു നല്ല ന്യൂസ് ഉണ്ടെങ്കിലല്ല ഒരു ഗുഡ് മോർണിംഗ് ഇടാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഗുഡ് മോർണിംഗ് ആർക്കും ഇടുന്നില്ല. അപ്പോൾ ആൾക്കാർ ഓർക്കും എന്ത് പറ്റിയത്. അപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിപ്പോൾ നല്ല മഴയൊക്കെ നല്ല അന്തരീക്ഷമാണ്. ഇന്നും ഒരു ശവസംസ്കാരം ഉണ്ടായിരുന്നു. അടുത്ത ഒരു ബന്ധുവിൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞു. അപ്പം നാളെയും ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതിൻ്റെ പിന്നെയും രാഷ്ട്രീയത്തെ പറ്റിയാണ്. അപ്പം നമ്മൾ ഏറ്റവും ആകാംക്ഷപ്പെട്ടിരിക്കുന്നൊരു കാര്യം ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും നശിക്കും എന്നായിരുന്നു സാധാരണക്കാരുടെയൊക്കെ അവരെ പോലെ തന്നെ ഇവിടെ നശിക്കും. പക്ഷെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി നശിക്കത്തില്ല. അവർ നശിക്കാൻ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അനുവദിക്കത്തില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇ പി ജയരാജനെ, എം വി ജയരാജനെ, ശൈലജ ടീച്ചറെ, ശ്രീമതി ടീച്ചറെ ഇങ്ങനെയുള്ളവരൊക്കെ പറയുന്നത്. കാര്യം അവരൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ പൈതൃകമുള്ളവരാണ്. ഈ മറ്റ് സുഖസൗകര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഈ കമ്മ്യൂണിസം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അവരൊക്കെ എതിരഭിപ്രായം പറയാൻ തുടങ്ങി. ഈ ഓച്ചാനിച്ച് നിൽക്കുന്ന സംഭവം മാറിക്കിട്ടിയാൽ തന്നെ ഈ പാർട്ടി രക്ഷപ്പെടും. ഈ പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയാണേലും ഒറ്റയാൾ പറയുന്നു, അത് കേട്ടു, എതിരഭിപ്രായമില്ല, ഓ അടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിക്കാൻ അധികം നാൾ വേണ്ട. പക്ഷേ ഇപ്പോൾ എതിരഭിപ്രായം വന്നു, അതുകൊണ്ട് ഈ പാർട്ടി നശിക്കത്തില്ല. അത് തീർച്ചയായിട്ടും നശിക്കാതിരിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ട്. ഒരു പാർട്ടി നശിച്ചു കാണില്ല. എതിരഭിപ്രായം വേണം, അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.